LDF ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, അത് UDF പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടുകളിൽ ഭിന്നത ഉണ്ടാക്കുമെന്നൊക്കെ CPM കാണുന്നുണ്ടോ? ഇതില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം 100% ഇപ്പൊ വ്യക്തമാകുകയാണ്. BJP RSS UDF ഡീൽ എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് ഇന്നലെ വ്യക്തമായത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഇടയിൽ പെട്ടെന്നാണ് സന്ദീപ് വാര്യർ കയറി വന്ന് ഞാൻ BJPയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, UDFുമായി സഹകരിക്കാം എന്ന് പറഞ്ഞത്. ഇത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചു പോകും എന്ന് വന്നതോടുകൂടി RSSന്റെ കാല് പിടിക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ ഇപ്പം അവർക്ക് വശത്താക്കാൻ കഴിഞ്ഞത്. സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട്. ഒരാഴ്ച മുമ്പേ ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദിച്ച സന്ദീപ് വാര്യരെ തുറന്നു കാട്ടുകയാണ് ഇന്നലെ മുരളീധരൻ ചെയ്തിട്ടുള്ളത്. ആ മുരളീധരന്റെ നിലപാടിനോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കണം. SDPI RSS അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു ഭാഗവും കൂടിയാണിത്. ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകവും ഒപ്പിച്ചെടുത്തത്. അപ്പൊ SDPIക്കാർ ഇപ്പോ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ, RSSനെ കൂട്ടുപിടിക്കാൻ സന്ദീപ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ RSSൽ നിന്ന് മാറിയിട്ടില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല. ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യജനാധിപത്യ മുന്നണി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കട്ടെ, എന്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല, BJPന്റെ നേതാക്കന്മാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്നാശ്വസിപ്പിക്കൂല, നിങ്ങൾ ആശ്വസിപ്പിക്കൂല. ആരാ ചെയ്യാത്തത്? അപ്പം മരണ വീട്ടിൽ വന്നില്ല, കാണാൻ വന്നില്ല, അത് തെറ്റായി പോയി എന്ന് ഞാൻ ഒരു ഭാഗത്ത് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കൂ. അത് അദ്ദേഹത്താണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് സരിനെ പറ്റിയിട്ട് അതിനൊക്കെ ഒരു ദുർവ്യാഖ്യാനാണ്. അതിന്റെ കൂടെ വായിച്ചാൽ മനസ്സിലാവുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഈ സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത്. പക്ഷെ അത് കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ അതാകും. അതിൽ യാതൊരു സംശയമില്ല. ഏതൊരാൾക്കും ഒരു കേഡറായാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നൊരു കേഡറായാൽ അത് അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നിലപാട് വ്യക്തമാക്കണമല്ലോ. ഇത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് വാര്യർ RSS പ്രത്യയശാസ്ത്രത്തിൽ നിന്ന്
അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ ഇതുപോലെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറഞ്ഞത്? എന്താ കൂട്ടക്കൊല നടത്തണം, എന്നിട്ട് കഴുത്തിൽ ടയറ് കെട്ടി കത്തിക്കണം. ഈ രൂപത്തിൽ വിഷം തുപ്പുന്ന പ്രയോഗം ഈ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇന്നേവരെ നടത്തിയിട്ടുണ്ടോ? രാഹുലിനെ പറ്റിയിട്ട് പറഞ്ഞെന്താ? അദ്ദേഹത്തിന്റെ ചികിത്സ കോട്ടയ്ക്കലല്ല വേണ്ടത്, എവിടെയാ? കുതിരവട്ടത്താണ് വേണ്ടത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നേവരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ചെറുതായിട്ടൊന്ന്. നമ്മൾ എന്റെ ഒരു സുഹൃത്ത് 2 കല്യാണം കഴിഞ്ഞ് 3ാമത്തെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇതൊരു ശരിയാണോ? അല്ല, അതൊരു ചെറിയ കല്യാണമാണ്. ഈ RSS പരാന്ന പ്രത്യയശാസ്ത്രമാണെന്നും പാർട്ടി മാറിയാൽ ആളുകളുടെ പ്രത്യയശാസ്ത്രം മനസ്സിന് മാറില്ല എന്നല്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. RSS പാർട്ടി മാറിയാലും RSS അല്ല, അത് പറഞ്ഞാൽ മതിയെന്നേ ഞാൻ പറയുന്നത്. ഇപ്പൊ മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഏതാ സുഹൃത്ത് മലയാളം? ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത്, ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത്, RSSന് വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു. ഇനി കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. ഇനി ഞാനത് പറയില്ല. രാഹുലിന്റെ എതിരായി പറഞ്ഞത്, മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം ജനങ്ങളെ, മലയാളികളെ എന്ന് പറഞ്ഞു വോട്ടിന് ചോദിക്കണം. അതിന് വോട്ടിന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞ. ഇതുപോലെ ഞാൻ സാധാരണ നിലയിൽ ഇപ്പം മുരളീധരന്റെ വാക്കുകളാണ് കൊട്ടേഷനായിട്ട് എടുക്കുക. അദ്ദേഹം പറഞ്ഞ് മേപ്പറമ്പിൽ വന്നിട്ട് പ്രസംഗിച്ച് ഞങ്ങൾക്ക് അനുകൂല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു. അതിമനോഹരമായിട്ട്. എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തത് അതുപോലെ പറഞ്ഞു. ഇതുപോലെ ഹൃദയത്തിന് കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് അങ്ങനെ കോൺഗ്രസ്സുകാർ ലീഗുകാരും പറഞ്ഞു. ഉടനെ പോയിട്ട് കാല് പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള അടി ഒഴുകി പോകുന്നു. അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നെ വിളിച്ചു. ഇത് നല്ല ഇവര് വിചാരിക്കുന്നത് കലത്തുനിന്ന് പോയാൽ കഞ്ഞിക്കലത്തിലേക്ക് ഉണ്ടാവുന്നതാണ്. കലത്തിനും ഉണ്ടാവില്ല, കഞ്ഞിക്കലത്തിനും ഉണ്ടാവില്ല എന്നാണ് ആ കോൺഗ്രസിന്റെ നേതാവ് എന്നോട് പറഞ്ഞത്. RSSകാർക്ക് ആവേശം ഉണ്ടാവും. ഇയാളുടെ കൂടെയുള്ള RSSകാർക്ക് പോയതുകൊണ്ടാണോ? AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസിന് ഒരു ഗുണവും ഉണ്ടാകില്ല, സന്ദീപ് വാര്യർ നിലപാട് മാറ്റിയിട്ടില്ല. താൻ അന്ന് സന്ദീപിനെ വിശേഷിപ്പിച്ചത് അതൊരു അമ്മ മരിച്ചപ്പോൾ ആരും ആശ്വസിക്കാൻ ചെല്ലാത്തതിലൂടെ ഒരു ആശ്വാസം മാത്രമായിരുന്നു, മറ്റൊന്നും വിചാരിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ AK ബാലൻ പറയുന്നത്, വിശദീകരിക്കുന്നത്.